ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. വീണ്ടും ബോക്സ് ഓഫീസ് കത്തിച്ച് ലാലേട്ടൻ. ദൃശ്യം 3യുടെ മൂന്നാം ദിനത്തെ കളക്ഷൻ അതിഗംഭീരമായി കൊടൂരമായി മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നു. 100 കോടി ഈ സിനിമ നേടിയിരിക്കുന്നു എന്നുള്ളത് മോഹൻലാൽ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിടുന്നു. 58 മണിക്കൂറിൽ ഈ ഒരു സിനിമ 100 കോടി കവർ ചെയ്യുന്നു. ആദ്യ ദിനം 50 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം രണ്ടാം ദിനം 30 കോടിക്ക് മുകളിൽ നേടിയപ്പോൾ മൂന്നാം ദിനം അതിൻ്റെ മുകളിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ 58 മണിക്കൂറിൽ 100 കോടി നേടിയ ചിത്രത്തിൻ്റെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വിട്ടുതരുന്നു. തീർച്ചയായും കമൻസുകളും കാര്യങ്ങളുമായിട്ട് വരിക. ഇവിടെ 2262 ഷോകളാണ് പ്രമുഖ ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. 4,90,000 ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ വിറ്റുപോയെന്നുള്ള കണക്കുകൾ പറയുന്നു. 8 കോടി 25 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് സിനിമ 9 കോടി കടന്നിരിക്കുന്നു ഇന്നത്തെ ദിവസവും. അതായത് ഫൈനലായി എക്സ്പെക്ട് ചെയ്യുന്നത് 10.5 കോടിക്ക് മുകളിലാണ്. ആദ്യ 2 ദിവസം കൊണ്ട് 20 കോടി നേടിയ ചിത്രം ഇന്നത്തോടെ 30 കോടി കടക്കുന്ന മലയാള ചിത്രമായി വരും. മലയാള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ ട്രാക്കിങ്ങിലൂടെ തന്നെ സിനിമ അമ്മാതിരി കളക്ഷൻ വരുമ്പോൾ നമുക്ക് അത് തന്നെ കാണാനും കഴിയുന്നു. ഇനിയും ഈ ഒരു സിനിമയുടെ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ നമുക്ക് ഇന്നത്തോടെ അല്ലെങ്കിൽ ഓവർസീസിൽ നിന്ന് മാത്രമായി 50 കോടി കടക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു. 2 ദിവസം കൊണ്ട് 45 കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായി പുറത്ത് വന്ന റിപ്പോർട്ടുകൾ ഓവർസീസിൽ നിന്ന് മാത്രമായി. എന്തായാലും ഇന്നത്തോടെ അത് ഈ പറഞ്ഞ പോലെ ഇന്ത്യ കളക്ഷനും അതേപോലെ തന്നെ ഓവർസീസ് കളക്ഷനും 50 കോടി കടക്കുമെന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയാണ്. അതായത് വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു സിനിമയുടെ കളക്ഷൻ പോകുന്നു. മണിക്കൂറിൽ 20,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റ് പോകുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. അതായത് ആദ്യ ദിനം ഏറ്റവും പീക്ക് മൊമെൻറ്റിൽ നേടിയിരുന്നത് നമുക്ക് 42,000 പിന്നീട് ഈ മൂന്നാം ദിനത്തിലും സിനിമയ്ക്ക് 20,000-ന് മുകളിൽ സ്റ്റഡി ആയിട്ട് പോകുന്നു. 15,000, 25,000 ആ റേഞ്ചിലേക്ക് നിൽക്കുന്നു എന്നുള്ളതും ഗംഭീരമെന്ന് തന്നെ പറയാം. ആദ്യ ദിനം ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു 2,64 മില്യൺ ഡോളറാണ് നേടിയെങ്കിൽ രണ്ടാം ദിനം $2.04 മില്യൺ നേടി. അങ്ങനെ $4.68 മില്യൺ നേടിയ ചിത്രം അതായത് 45 കോടിയാണ് 2 ദിനം കൊണ്ട് നേടിയത്. മൂന്നാം ദിനത്തോടെ ഏകദേശം 60 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. 5ാമത്തെ 100 കോടിയിലാണ് മോഹൻലാൽ ഇപ്പോൾ മൊത്തം ഇടുന്നത്. അതായത് ദൃശ്യം അല്ലെങ്കിൽ ദൃശ്യം 3 എന്ന ചിത്രം തൊട്ട് പുറകിൽ നിൽക്കുന്നു. എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ 2 ദിനമാണ് ആ ഒരു സിനിമയ്ക്ക് 100 കോടി നേടാനെടുത്ത സമയമെങ്കിൽ ഇത് 3 ദിവസം എടുത്തു എന്നുള്ളതാണ്. പക്ഷേ രണ്ടാം ദിനം തന്നെ 100 കോടി നേടിയത് നമുക്കെല്ലാവർക്കും അറിയാം. പ്രീസെയിൽ കളക്ഷനും കാര്യങ്ങളും എല്ലാം വന്നപ്പോൾ ആ റേഞ്ചിലേക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിനിമയ്ക്ക് ഡിസ്ട്രിബ്യൂഷൻ ഷെയറായി കേരളത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ 10 കോടിക്കടുത്ത് നേടിയിരിക്കുകയാണ്. അതായത് നാളത്തോടെ അത് 15 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആദ്യ ദിനം 45 കോടിക്ക് മുകളിൽ നിന്ന് ട്രാക്കേഴ്സ് പറയുന്നു. ഒഫീഷ്യലായി 50 കോടിയും രണ്ടാം ദിനം 35 കോടിക്ക് മുകളിൽ നിന്ന് ട്രാക്കേഴ്സ് പറയുന്നു. അങ്ങനെ 85 കോടിക്ക് മുകളിലാണ് ട്രാക്കിംഗ് കളക്ഷനിലൂടെ അല്ലെങ്കിൽ കളക്ഷനായി സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം തീയായി പട്ടിരിക്കുകയാണ്. എങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് പറയാനുള്ളത്. ഒരു സ്ഥലത്തും ടിക്കറ്റ് കിട്ടാനില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. ഇനി ദൃശ്യം 3 തെലുങ്കിൽ നിന്ന് ഇന്ന് ഏകദേശം 5 കോടിയിലേക്ക് എത്തുകയാണ്. ഇന്നലെ വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് 3.5 കോടി കഴിഞ്ഞു എന്നുള്ളതാണ്. ഡിസ്ട്രിബ്യൂഷൻ ഷെയർ 1,72,00,000 രൂപ വന്നിരിക്കുന്നു. തെലങ്കാനയിൽ നിന്ന് 2,17,00,000 രൂപയും ആന്ധ്രാപ്രദേശിൽ നിന്ന് 1,33,00,000 രൂപയുമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ഏറ്റവും വേഗതയിൽ ടോപ്പ് ഇതിൽ നിൽക്കുന്ന 100 ക്രോർ സിനിമകൾ നോക്കുകയാണെങ്കിൽ രണ്ടാം ദിനം 13 കോടിയോളം നേടിയെങ്കിൽ ഇന്ന് വീണ്ടും സിനിമ 16 കോടിക്ക് മുകളിൽ നേടുമെന്നുള്ള പ്രതീക്ഷ. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 32 കോടി സിനിമ നേടുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ കേരളത്തിന് പുറത്തും ഈ സിനിമയുടെ 25 കോടി പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഞായറാഴ്ചയോടെ 150 കോടി കയറുമെന്നുള്ളതും ഉറപ്പാക്കുകയാണ്. അതിഗംഭീരമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു മലയാള സിനിമയുടെ ഏറ്റവും സുവർണ്ണ നിമിഷം എന്ന് തന്നെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഇനിയും സിനിമയുടെ മറ്റ് ചില കണക്കുകളിലേക്ക് പോകാം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു തമിഴ്നാട്ടിൽ ഇന്ന് സ്ട്രോങ് ആയിട്ടുള്ള കളക്ഷനാണ് വരുന്നത്. ഇവിടെ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു 70 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വരും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 60 ലക്ഷം രൂപ വന്ന ചിത്രം 70 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോകുമെന്നുള്ള കണക്കുകളാണ്. അതുപോലെ തന്നെ നമുക്ക് ആന്ധ്രാപ്രദേശ് തെലുങ്കാനയിൽ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത് 1.5 കോടിയോളം എന്നുള്ള റിപ്പോർട്ടുകളാണ് ട്രാക്കേഴ്സ് പുറത്ത് വിടുന്നത്. ഓസ്ട്രേലിയൻ ബോക്സ് ഓഫീസിൽ നിന്ന് 2 ദിനം കൊണ്ട് $433,000 നേടിയ ചിത്രം ഇന്നത്തോടെ $500,000 കടക്കുന്നു. 600-ലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഇതിൻ്റെയൊക്കെ ഒഫീഷ്യൽ സ്ഥിരീകരണം നാളെയാണ്. എന്തായാലും GCC രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റുകൾ പ്രകാരം 2 ദിനം കൊണ്ട് സിനിമ $2.66 മില്യൺ നേടി എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സിനിമ ഇനി ലേറ്റ് നൈറ്റ് ഷോസും അഡീഷണൽ ഷോസും ഒക്കെ ഇന്നും ആഡ് ചെയ്തിട്ട് വരുന്ന
ഒരവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അത്രത്തോളം തിരക്കാണ്. ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാത്തിനും ഏകദേശം 90% മുകളിലുള്ള ഒക്യുപ്പൻസി തന്നെയാണ് തിയേറ്ററിലുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ കൂടെ ഉണ്ടാവണം ഗ്രേ മീഡിയാസ്.